ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയുടെ പേര് അമ്മയും ഞാനും. ഒരു അമ്മയുടെയും മകളുടെയും ചെറിയൊരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. ഒരു മകൾ അവളുടെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ എല്ലായ്പ്പോഴും ഇതുപോലെ സ്നേഹിക്കുമോ? അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഒരു മകൾ എന്ന് വെച്ചാൽ എന്താ? മകൾ, ഡോട്ടർ. അപ്പം ഒരു മകൾ, എ ഡോട്ടർ. അവളുടെ അമ്മ, ഹെർ മദർ. ചോദിച്ചു. അപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ആസ്ക്. അപ്പം നമ്മൾ ചോദിച്ചു എന്നാണ്. അപ്പം ചോദിച്ചു ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ് ചോദിച്ചു. അപ്പം നമുക്ക് ആസ്കിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതാം. അപ്പം എന്താ ചോദിച്ചത്? അമ്മ എന്നെ എല്ലായ്പ്പോഴും ഇതുപോലെ സ്നേഹിക്കുമോ? അപ്പം എല്ലായ്പ്പോഴും എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ നമ്മൾ പറയണേ? ഓൾവേസ്. ഇതുപോലെ. ഇതുപോലെ എന്ന് വെച്ചാൽ ലൈക്ക് ദിസ്. അപ്പം സ്നേഹം, ലവ്. അപ്പം എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ഒരു മകൾ അവളുടെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ എല്ലായ്പ്പോഴും ഇതുപോലെ സ്നേഹിക്കുമോ? അപ്പം എങ്ങനെ എഴുതാം? എ ഒരു മകൾ എന്ന് നമ്മൾ എ ഡോട്ടർ എഴുതി. എ ഡോട്ടർ. ഡോട്ടറിൻ്റെ സ്പെല്ലിംഗ് എന്താ? DAUGHTER. എ ഡോട്ടർ. അപ്പം ചോദിച്ചു എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താ? നമ്മൾ ചോദിക്കുക എന്ന് വെച്ചാൽ ആസ്ക് ആണ്. അപ്പോൾ ചോദിച്ചു എന്നുള്ളത് നമ്മൾ ആസ്കിൻ്റെ കൂടെ നമ്മൾ ED യൂസ് ചെയ്ത് ആസ്കിനെ പാസ്റ്റമാക്കി. ആസ്ക്ഡ്. എ ഡോട്ടർ ആസ്ക്ഡ്. ആരോടെ ചോദിച്ചത്? അവളുടെ അമ്മയോട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവളുടെ അമ്മ. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ജസ്റ്റ് എഴുതുമ്പോൾ ഒന്നും കൂടെ പറയാണ്. അവളുടെ അമ്മ എന്ന് വെച്ചാൽ ഹെർ മദർ. അപ്പം എ ഡോട്ടർ ആസ്ക്ഡ് ഹെർ മദർ. എന്താ ചോദിച്ചത്? അമ്മ എന്നെ എല്ലായ്പ്പോഴും ഇതുപോലെ സ്നേഹിക്കുമോ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? നമുക്കിവിടെ വില്ല് യൂസ് ചെയ്യാം. വില്ല് എന്താ ഇവിടെ യൂസ് ചെയ്യാൻ കാര്യം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് കാര്യമാണ് ചോദിക്കുന്നത്. ഇതുപോലെ സ്നേഹിക്കുമോ? പിന്നീടുള്ളൊരു കാര്യമാണ് മോൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വില്ല് യൂസ് ചെയ്തത്. അപ്പം വിൽ യു എപ്പോഴും എന്ന് വെച്ചാൽ എന്താ? ഓൾവേസ്. വിൽ യു ഓൾവേസ് ലവ് മീ ലൈക്ക് ദിസ്? ഇവിടെ തന്നെ എഴുതാം, ലൈക്ക് ദിസ്. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ചോദിക്കുകയാണ്, ക്വസ്റ്റ്യനാണ്. അപ്പോൾ എങ്ങനെ എഴുതിയത് നമ്മൾ? എ ഡോട്ടർ ആസ്ക്ഡ് ഹെർ മദർ, വിൽ യു ഓൾവേസ് ലവ് മീ ലൈക്ക് ദിസ്? ഒരു മകൾ അവളുടെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ എല്ലായ്പ്പോഴും ഇതുപോലെ സ്നേഹിക്കുമോ? അപ്പം നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. എ ഡോട്ടർ ആസ്ക്ഡ് ഹെർ മദർ, വിൽ യു ഓൾവേസ് ലവ് മീ ലൈക്ക് ദിസ്? അപ്പം നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ അമ്മ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എല്ലായ്പ്പോഴും സ്നേഹിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതലായി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അവളുടെ അമ്മ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? അവളുടെ എന്ന് വെച്ചാൽ ഹെർ, അമ്മ. അവളുടെ അമ്മ, ഹെർ മദർ. പുഞ്ചിരിക്കുക ഇംഗ്ലീഷിൽ നമുക്ക് സ്മൈൽ എന്ന് പറയാം. അപ്പം പറഞ്ഞു. അപ്പോൾ പറയുക എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? പറയുക, സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ സേ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ എല്ലായ്പ്പോഴും, ഓൾവേസ്. അപ്പോൾ സ്നേഹിക്കുക എന്ന് വെച്ചാൽ എന്താ? ലവ്. ആകാശം, സ്കൈ. നക്ഷത്രം എന്ന് വെച്ചാൽ എന്താ? സ്റ്റാർ. ഇവിടെ നക്ഷത്രങ്ങൾ എന്നുണ്ട്, കുറേ നക്ഷത്രങ്ങളല്ലേ, അപ്പോൾ സ്റ്റാർസ് നമുക്ക് എഴുതാം. അപ്പം നക്ഷത്രങ്ങളെക്കാൾ കൂടുതലായി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം മോർ ദാൻ നമുക്ക് ചേർക്കാം. കാര്യം നക്ഷത്രങ്ങളെക്കാൾ കൂടുതലായി, അപ്പം ഒന്നിനേക്കാൾ കൂടുതലായി എന്ന് പറയാൻ വേണ്ടി നമുക്കിവിടെ മോർ ദാൻ യൂസ് ചെയ്ത് എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവളുടെ അമ്മ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എല്ലായ്പ്പോഴും സ്നേഹിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതലായി. അപ്പം എങ്ങനെ എഴുതാം? ഹെർ മദർ നമ്മൾ എഴുതാം. അവളുടെ അമ്മ. അപ്പം നമുക്ക് ഹെർ മദറിന് എഴുതാം. അവളുടെ അമ്മ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു എന്നാണ്. അപ്പം പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്മൈൽ നിന്നാണ്. അപ്പം നമ്മളിവിടെ പുഞ്ചിരിച്ചിട്ട് ഓൾറെഡി പുഞ്ചിരിച്ച് കഴിഞ്ഞു. അപ്പം നമ്മുടെ സ്മൈലിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതുക. സ്മൈലിനെ പാസ്റ്റ് ഫോം എങ്ങനെ ആക്കണേ? നമ്മൾ ഇവിടെ ഡി ആഡ് ചെയ്തു. അപ്പോൾ സ്മൈൽഡ് എന്നായി. അപ്പം സ്മൈലിൻ്റെ പാസ്റ്റ് ഫോം സ്മൈൽഡ് എഴുതി നമ്മൾ. ഹെർ മദർ സ്മൈൽഡ് ആൻഡ് പറഞ്ഞു. അപ്പം പറയുക എന്ന് വെച്ചാൽ സേ എന്ന് നമുക്ക് എഴുതാം. പക്ഷേ ഇവിടെ പറഞ്ഞു എന്നായതുകൊണ്ട് നമുക്ക് സേയെ പാസ്റ്റ് ഫോം ആക്കാം. സെയ്ഡ്. ഹെർ മദർ സ്മൈൽഡ് ആൻഡ് സെയ്ഡ്. എന്താ പറഞ്ഞത്? എല്ലായ്പ്പോഴും സ്നേഹിക്കും. അപ്പം നമുക്ക് ഇവിടെ ഒരു കോമ ഇടാം. വിൽ ഓൾവേസ്. എല്ലായ്പ്പോഴും. വിൽ ഓൾവേസ് ലവ്.
അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ വിൽ യൂസ് ചെയ്തത്? ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതായിരുന്നു വിൽ യൂസ് ചെയ്യാൻ കാരണം എല്ലായ്പ്പോഴും സ്നേഹിക്കും എന്നാണ്, സ്നേഹിക്കും. അപ്പോൾ ഇതൊരു പിന്നീടുള്ളൊരു കാര്യമാണ്, ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വിൽ യൂസ് ചെയ്തത്. അപ്പം ഹെർ മദർ സ്മൈൽഡ് ആൻഡ് സെയ്ഡ് വിൽ ഓൾവേസ് ലവ്. എങ്ങനെയാ? ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതലായി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോമ ഇട്ടിട്ട് നമുക്ക് എഴുതാം മോർ ദാൻ, കൂടുതലായി എന്നുള്ളത് നമുക്ക് മോർ ദാൻ യൂസ് ചെയ്ത് എഴുതാം. മോർ ദാൻ എന്തിനേക്കാളാ? ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ. മോർ ദാൻ നക്ഷത്രം എന്ന് വെച്ചാൽ സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, കുറേ നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർസ് എഴുതി, സ്റ്റാർസ്. മോർ ദാൻ സ്റ്റാർസ് ഇൻ ദ സ്കൈ. മോർ ദാൻ സ്റ്റാർസ് ഇൻ ദ സ്കൈ. ഇവിടെ എഴുതാം. നമ്മൾ എങ്ങനെ എഴുതി നമുക്ക് ഒന്നിച്ച് വായിക്കാം. എങ്ങനെ നമ്മൾ എഴുതിയത്? ഹെർ മദർ സ്മൈൽഡ് ആൻഡ് സെയ്ഡ് വിൽ ഓൾവേസ് ലവ് മോർ ദാൻ സ്റ്റാർസ് ഇൻ ദ സ്കൈ. അപ്പം നമുക്ക് ഒന്നിച്ച് ഒന്നും കൂടെ ഫുള്ള് വായിക്കാം. അവളുടെ അമ്മ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എല്ലായ്പ്പോഴും സ്നേഹിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതലായി. അപ്പം എങ്ങനെ എഴുതാൻ പറയാം? ഹെർ മദർ സ്മൈൽഡ് ആൻഡ് സെയ്ഡ് will always love more than stars in the sky. Her mother smiled and said, will always love more than stars in the sky. അപ്പം നിങ്ങൾക്കിത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ മോർ ദാൻ യൂസ് ചെയ്ത് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഒന്നിനേക്കാൾ അതിലും കൂടുതലായി എന്ന് പറയാൻ വേണ്ടി നമുക്ക് മോർ ദാൻ യൂസ് ചെയ്ത് പറയാം. പിന്നെ നമ്മളിവിടെ എന്താ ചേഞ്ച് വരുത്തി? എന്തൊക്കെയാണ്? ഒരു സ്മൈൽ, ഒരു ചിരിക്കുക. അപ്പോൾ ചിരിച്ചു എന്നാക്കാൻ വേണ്ടി നമ്മൾ സ്മൈലിനെ പാസ്റ്റ് ഫോം ആക്കി. പിന്നെ പറയുക, സേ. അപ്പം ആ പറയുക, പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്നാക്കാൻ വേണ്ടി സേയെ നമ്മൾ സെയ്ഡാക്കി. പിന്നെ ഫ്യൂച്ചർ ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും സ്നേഹിക്കും. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചർ കാര്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വിൽ യൂസ് ചെയ്ത് വിൽ ഓൾവേസ് ലവ്. പിന്നെന്താ? മോർ ദാൻ, അതിനേക്കാൾ കൂടുതൽ. മോർ ദാൻ സ്റ്റാർസ് ഇൻ ദി സ്കൈ. അപ്പം മോർ ദാൻ നമുക്ക് ഉപയോഗിച്ചിട്ട് എഴുതാം. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വർഷങ്ങൾക്ക് ശേഷം അമ്മ വൃദ്ധയും ദുർബലയുമായി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വർഷങ്ങൾ, വർഷങ്ങൾ എന്ന് വെച്ചാൽ ഇയേഴ്സ്. അപ്പം വർഷങ്ങൾക്ക് ശേഷം, ശേഷം എന്ന് പറഞ്ഞാൽ ലേറ്റർ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ. അപ്പം വർഷങ്ങൾക്ക് ശേഷം, ഇയേഴ്സ് ലേറ്റർ, അമ്മ വൃദ്ധയും ദുർബലയുമായി. വൃദ്ധ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ഓൾഡ്. ദുർബല, ദുർബല എന്ന് പറഞ്ഞാൽ നമുക്ക് വീക്ക് എന്ന് പറയാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. വർഷങ്ങൾക്ക് ശേഷം അമ്മ വൃദ്ധയും ദുർബലയുമായി. അപ്പം എങ്ങനെ നമുക്ക് എഴുതാം? ഇയേഴ്സ്, ഇയേഴ്സ് എന്ന് വെച്ചാൽ വർഷങ്ങൾ. ഇയേഴ്സ് ലേറ്റർ, ലേറ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ഇയേഴ്സ് ലേറ്റർ, ശേഷം അമ്മ വൃദ്ധയും ദുർബലയുമായി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പം ആയി. അപ്പം ആവുക എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ബിക്കം നമ്മൾ പറയാറുണ്ട്. അപ്പം ബിക്കമിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം ബിക്കമിൻ്റെ പാസ്റ്റ് ഫോം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇയേഴ്സ് ലേറ്റർ ദ മദർ, നമുക്ക് ദ മദർ എന്ന് എഴുതാം. ദ മദർ. അപ്പം ഞാൻ പറഞ്ഞു ആവുക, ആവുക എന്ന് വെച്ചാൽ ബിക്കം എന്ന് നമുക്ക് പറയാം. അപ്പം ഇവിടെ നമ്മൾ ബിക്കമിനെ പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. ബിക്കമിൻ്റെ പാസ്റ്റ് ഫോം ബിക്കെയും. അപ്പം ബിക്കം ആയിരുന്നെങ്കിൽ BECOME ആണ്. ഇപ്പം ഇവിടെ പാസ്റ്റ് ഫോം ആക്കിയപ്പോൾ BECAME ആയി, ബിക്കെയും. ദ മദർ ബിക്കെയും. എന്താ നമ്മൾ എഴുതേണ്ടത്? അപ്പം എന്താ? വൃദ്ധയും ദുർബലയും. അപ്പം വൃദ്ധ അല്ലെങ്കിൽ വയസ്സായി. അപ്പം എങ്ങനെ നമ്മൾ എഴുതേണ്ടത്? ഓൾഡ്. ബിക്കെയിം ഓൾഡ് ആൻഡ് ദുർബല എന്നുള്ളത് നമുക്ക് വീക്ക് എന്ന് എഴുതാം. വീക്കിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ? WEAK. അപ്പം കാര്യം, ഞാൻ വീക്കിൻ്റെ കാര്യം പറയാൻ കാരണം വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഴ്ചയുണ്ട്. അപ്പോൾ അതിന് WEEK ആണ്. അപ്പം അത് ഈ വീക്കും ഔട്ട് ഓഫ് ടോട്ടലി 2 വീക്കുണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ 2 വീക്ക്. അപ്പോൾ ഈ വീക്ക് എന്ന് പറഞ്ഞാൽ ദുർബല. മറ്റേ ആഴ്ചയുടെ വീക്കിൻ്റെ സ്പെല്ലിംഗ് WEEK ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അത് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം എങ്ങനെയാ? വർഷങ്ങൾക്ക് ശേഷം അമ്മ വൃദ്ധയും ദുർബലയുമായി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇയേഴ്സ് ലേറ്റർ ദ മദർ ബിക്കെയിം ഓൾഡ് ആൻഡ് വീക്ക്. ഇയേഴ്സ് ലേറ്റർ ദ മദർ ബിക്കെയിം ഓൾഡ് ആൻഡ് വീക്ക്. വർഷങ്ങൾക്ക് ശേഷം അമ്മ വൃദ്ധയും ദുർബലയുമായി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മകൾ അവളുടെ അമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഊഴമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? മകൾ ഡോട്ടർ, അവളുടെ അമ്മ ഹെർ മദർ,
അപ്പോൾ കൈ പിടിക്കുക, കൈ എന്ന് വെച്ചാൽ എന്താ ഹാൻഡ്, പിടിക്കുക ഹോൾഡ്. അപ്പോൾ കൈ പിടിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഈ ഹോൾഡ് എന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഹോൾഡിനെ നമ്മൾ പിടിക്കുക ഹോൾഡ്, അതിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ ഹോൾഡിൻ്റെ പാസ്റ്റ് ഫോം ഹെൽഡ് എന്നാണ്. അപ്പം പറഞ്ഞു, അപ്പോൾ പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. നമ്മൾ പറഞ്ഞു സേ. അപ്പം അതിനെ സേയെ നമുക്ക് പാസ്റ്റ് ഫോം ആക്കാം. സേയുടെ പാസ്റ്റ് ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചു, സെയ്ഡ്. ഇപ്പോൾ എൻ്റെ ഊഴമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ നൗ. എൻ്റെ ഊഴം. അപ്പം നമുക്ക് പറയാം ഇറ്റ്സ് മൈ ടേൺ, ഇറ്റ്സ് മൈ ടേൺ. അപ്പം മകൾ അവളുടെ അമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഊഴമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എന്താണെന്ന് നോക്കാം. ദ ഡോട്ടർ, ഡോട്ടർ എന്ന് വെച്ചാൽ മകൾ. ദ ഡോട്ടർ. അപ്പോൾ പിടിക്കുക, പിടിക്കുക എന്ന് വെച്ചാൽ ഹോൾഡാണ്. അപ്പം നമ്മൾ ഹോൾഡിനെ പാസ്റ്റ് ഫോം ആക്കാൻ പോവുകയാണ്, ഹെൽഡ്. HELD, ഹെൽഡ്. അപ്പം ഹോൾഡ് HOLD, ഹോൾഡിൻ്റെ പാസ്റ്റ് ഫോം ഹെൽഡ്. ദ ഡോട്ടർ ഹെൽഡ്. എന്താ? ദ ഡോട്ടർ ഹെൽഡ്. അപ്പോൾ ഹോൾഡിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഹോൾഡ് എന്ന് വെച്ചാൽ പിടിക്കുക. ഇവിടെ പിടിച്ചു, അപ്പം നമ്മൾ ഹോൾഡിൻ്റെ പാസ്റ്റ് ഫോം ഹെൽഡ് എഴുതാൻ പോകുന്നത്, HELD, ഹെൽഡ്. അപ്പോൾ ദ ഡോട്ടർ ഹെൽഡ്. അവളുടെ മകൾ അവളുടെ അമ്മയുടെ കൈ. അപ്പം ഹെൽഡ് ഹെർ മദേഴ്സ് ഹാൻഡ്, അമ്മയുടെ കൈ. ദ ഡോട്ടർ ഹെൽഡ് ഹെർ മദേഴ്സ് ഹാൻഡ്, അമ്മയുടെ കൈ പിടിച്ച്. ദ ഡോട്ടർ ഹെൽഡ് ഹെർ മദേഴ്സ് ഹാൻഡ് ആൻഡ് സെയ്ഡ്. കൈ പിടിച്ച് പറഞ്ഞു എന്നല്ലേ. അപ്പം ആൻഡ് സെയ്ഡ്. എന്താ പറഞ്ഞത്? സ്ക്രീൻ ചെറുതാക്കാം. മദേഴ്സ് ഹാൻഡ് ആൻഡ് സെയ്ഡ് നൗ, ഇപ്പോൾ എൻ്റെ ഊഴമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നൗ ഇറ്റ്സ് മൈ ടേൺ. Now it's my turn. The daughter held her mother's hand and said, now it's my turn. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? മകൾ അവളുടെ അമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഊഴമാണ്. The daughter held her mother's hand and said, now it's my turn. The daughter held her mother's hand and said, now it's my turn. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അമ്മ കണ്ണീരോടെ പുഞ്ചിരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ കണ്ണീർ എന്ന് വെച്ചാൽ എന്താ? ടിയേഴ്സ്. പുഞ്ചിരിക്കുക സ്മൈൽ. അപ്പോൾ ഇവിടെ പുഞ്ചിരിച്ചു എന്നായതുകൊണ്ട് നമ്മൾ സ്മൈലിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അമ്മ കണ്ണീരോടെ പുഞ്ചിരിച്ചു. അപ്പം നമുക്ക് എഴുതാം ദ മദർ. അപ്പം പുഞ്ചിരിക്കുക അല്ലെങ്കിൽ ചിരിക്കുക എന്ന് വെച്ചാൽ സ്മൈൽ എന്നാണ്. അപ്പം നമ്മൾ സ്മൈലിനെ പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. സ്മൈലിനെ പാസ്റ്റ് ഫോം ആക്കി സ്മൈൽഡാക്കി. ദ മദർ സ്മൈൽഡ് വിത്ത് ടിയേഴ്സ്. ടിയേഴ്സ് എന്ന് വെച്ചാൽ കണ്ണുനീർ, ടിയേഴ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? ദ മദർ സ്മൈൽഡ് വിത്ത് ടിയേഴ്സ്. അമ്മ കണ്ണീരോടെ പുഞ്ചിരിച്ചു. ദ മദർ സ്മൈൽഡ് വിത്ത് ടിയേഴ്സ്. ദ മദർ സ്മൈൽഡ് വിത്ത് ടിയേഴ്സ്. ഇത് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം. സ്നേഹം വളർന്നു, പക്ഷേ അതൊരിക്കലും മാറിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സ്നേഹം എന്ന് വെച്ചാൽ എന്താ? ലവ്. വളരുക എന്ന് പറഞ്ഞാൽ ഗ്രോ. അപ്പോൾ ഇവിടെ വളർന്നു എന്നായിട്ട് നമ്മൾ ഗ്രോയുടെ പാസ്റ്റ് ഫോം ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. പക്ഷേ എന്ന് വെച്ചാൽ എന്താ? ബട്ട്. അതൊരിക്കലും മാറിയില്ല. അപ്പോൾ ഒരിക്കലും എന്നുള്ളത് നമുക്ക് നെവർ യൂസ് ചെയ്യാം. നെവർ. അപ്പം മാറിയില്ല. അപ്പം ഒരിക്കലും മാറിയില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നെവർ ചേഞ്ച്ഡ്. അപ്പം സ്നേഹം വളർന്നു, പക്ഷേ അതൊരിക്കലും മാറിയില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ലവ് ഹാഡ്. അപ്പം വളരുക എന്ന് വെച്ചാൽ ഗ്രോ എന്നാണ്. അപ്പം നമ്മൾ ഗ്രോയെ പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം ഗ്രോയുടെ പാസ്റ്റ് ഫോം നമ്മൾ എന്താ എഴുതാൻ പോണേ? ലവ് ഹാഡ് ഗ്രോൺ. GROWN. ലവ് ഹാഡ് ഗ്രോൺ. പക്ഷേ അതൊരിക്കലും മാറിയില്ല. അപ്പം നമുക്ക് പക്ഷേക്ക് ബട്ട് എഴുതാം. പക്ഷേ അത് ഒരിക്കലും മാറിയില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് നെവർ എന്ന് വെച്ചാൽ ഒരിക്കലും മാറിയില്ല. നെവർ ചേഞ്ച്ഡ്. അപ്പം നമ്മൾ ചേഞ്ചിനെയും പാസ്റ്റ് ഫോം ആക്കി ചേഞ്ച്ഡിനാക്കി. ബട്ട് ഇറ്റ് നെവർ ചേഞ്ച്ഡ്. ലവ് ഹാഡ് ഗ്രോൺ ബട്ട് ഇറ്റ് നെവർ ചേഞ്ച്ഡ്. പക്ഷേ അതൊരിക്കലും മാറിയില്ല. സ്നേഹം വളർന്നു, പക്ഷേ അതൊരിക്കലും മാറിയില്ല. അപ്പം നമുക്കൊന്നും കൂടെ എന്ന് വെച്ച് പറയാം. ലവ് ഹാഡ് ഗ്രോൺ ബട്ട് ഇറ്റ് നെവർ ചേഞ്ച്ഡ്. അപ്പോൾ ഞാനിവിടെ ഗ്രോയുടെ 3 ഫോംസ് എഴുതാൻ പോവാണ്. ഗ്രോ, ഗ്രോൺ. ഗ്രോ, ഗ്രൂ, ഗ്രോൺ.
നമ്മളിവിടെ എഴുതിയത് എന്തുവാ? ഗ്രോൺ. തേർഡ് ഫോമാണ് നമ്മൾ എഴുതിയത്. ഗ്രോയുടെ തേർഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. ലവ് ഹാഡ് ഗ്രോൺ. അപ്പം ഗ്രോയുടെ ഫോംസ് ഏതൊക്കെയാണ്? ഗ്രോ, ഗ്രൂ, ഗ്രോൺ. ഗ്രോ, ഗ്രൂ, ഗ്രോൺ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥയുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, കഥ മാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.